ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ ട്വിറ്ററിലൂടെ കൈമാറുകയും ചെയ്തു. എന്നാൽ മോദി ഭരണത്തിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും സംഘപരിവാറിന്റെ അക്രമത്തിന്റെ ഇരയാവുകയാണ്. കാണാം ഇന്നത്തെ എക്സ്പ്ലെയിനർ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും അവഗണനയും നേരിടുന്നു എന്നുള്ളതാണ് കണക്കുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ക്രൈസ്തവ യുണൈറ്റഡ് ഫോറം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഉള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നേരിടുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം ഊഴം കടന്നു വന്നപ്പോൾ പോലും 2019 മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് പുറത്തു വരുന്നത്. 2020 മുതലേ ആദ്യത്തെ 8 മാസങ്ങളിൽ പോലും 525 ആക്രമണങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ നേരിട്ടിട്ടുള്ളത്. കാരണം നമുക്കറിയാം, മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻഗണന അല്ലെങ്കിൽ അവർക്കൊരു ഭൂരിപക്ഷം ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ പോലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഈ ഒരു വർഷങ്ങളിൽ ഈ ഒരു 2 വർഷങ്ങളിലായി നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതായി വരും. ഇന്ന് ഈസ്റ്റർ ദിനത്തിൽ എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും ഈസ്റ്റർ ആശംസകൾ കൈമാറിയ നരേന്ദ്രമോദി പക്ഷേ മണിപ്പൂരിൽ നടക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള വർഗീയ ഹത്യകൾക്കെതിരെ, അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ഇതുവരെയും ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള അതിശയകരമായുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കാരണം ഇന്ന് പോലും ട്വിറ്ററിലൂടെ ഈസ്റ്റർ ആശംസകൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് കൈമാറിയ നരേന്ദ്രമോദി പക്ഷേ ഒരിക്കലും ഈ ഒരു ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ രാജ്യമെമ്പാടും നടക്കുന്ന ഒരു ആക്രമണത്തിൽ ഇതുവരെയും ഒരു വാക്കുപോലും ഉരുവാടിയിട്ടില്ല എന്ന തരത്തിലുള്ള ആ ഒരു വസ്തുത പുറത്തു വരുന്നത് എന്തായാലും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട പലതരം വസ്തുതകൾ പുറത്തു വരുന്നുണ്ട്. കാരണം മണിപ്പൂരിന് പുറമെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നേരിടുന്ന ഒരു നിലയാണ് ഇപ്പോഴും തുടർന്നു വരുന്നത്. കാരണം ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വംശീയ അതിക്രമമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു വരുന്നതെന്ന് നമുക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാനാവും. അങ്ങനെ തന്നെയാണ് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ആസ്ട്രേലിയൻ മിഷണറി ആയിട്ടുള്ള ഗ്രഹാം സ്റ്റെയിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും സംഘപരിവാർ അനുകൂലികൾ തീവെച്ച് കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 1999 ഈ ഒരു സംഭവം നടന്നത്. അതിൻ്റെ പിന്നോടിയായി BJP സർക്കാരായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. അതേ BJP സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യമെമ്പാടുമുള്ള ഒരു ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ദളിതർ ആക്രമിക്കപ്പെടുന്നു. മണിപ്പൂരിൽ ദിവസങ്ങൾ 36 മണിക്കൂറുകൾക്കകം 450-ൽ പരം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ പോലും ഒരു ചെറുവിരൽ അനക്കാതെ, എന്തുകൊണ്ട് ഉളുപ്പില്ലായ്മ എന്ന് തന്നെ പറയേണ്ടി വരും, ഉളുപ്പില്ലാതെ ഈ ഒരു ക്രൈസ്തവ ദിനത്തിൽ നരേന്ദ്രമോദി എന്തുകൊണ്ട് ഈസ്റ്റർ സന്ദേശം പോലെയുള്ള ക്രൈസ്തവ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ട്വിറ്ററിലൂടെ മാത്രം ഇറക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വരുന്ന മാസത്തിൽ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. എന്തായാലും പ്രബുദ്ധരായ ക്രൈസ്തവ വിശ്വാസികൾ ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഒരുക്കുന്ന ചതിക്കെണിയിൽ വീഴില്ല എന്ന തരത്തിൽ തന്നെയാണ് നമുക്കെന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്.